അയ്യോ ഇപ്പൊ നിനക്ക് വിശ്വാസായില്ല അങ്ങനെ ഒരു പ്രേതം ഉണ്ടെന്ന്? എന്താന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം ചോരയുണ്ട് പക്ഷെ മുഖം കാണത്തില്ല. ചുമ്മാ അങ്ങനെ പിടിച്ച് താഴെട്ടിട്ട് എന്തോ വെച്ച് നഖമാണെന്ന് തോന്നുന്നു. എന്റെ കൈ ഫുള്ള് മുഴുവൻ ചോര. ഞാൻ ബാൻഡേജ് എടുത്തോണ്ട് വരാവേ. ഇപ്പൊ നിനക്ക് വിശ്വാസായില്ലേ? ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. അത് ഞാൻ അവിടെ ഇരിക്കുക. ഞാൻ അവിടെ നിന്നെ തപ്പി വരുവ. നീ എന്റെ ഇടയ്ക്ക് അവിടെ പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നിന്നെ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ കണ്ടില്ല. അതുകൊണ്ട് അത് പുറകില് ഡെന്നെ ഉണ്ടായിരുന്നു. അവൾ എന്നെ വിളിച്ച നീ തിരിഞ്ഞപ്പോ അവൾ എന്നെ വിളിച്ചു. എന്നാ അപ്പൊ ഞാൻ നിന്നെ തപ്പിപ്പോയിട്ട് കണ്ടില്ല. എന്നിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് ഞാൻ പോവായിരുന്നു. ഞാൻ നിന്നെ വിളിക്കാൻ നേരത്ത് നീ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോ എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ നോക്കി. അപ്പൊ നിന്നെ കണ്ടില്ല. എന്നിട്ട് ആരോ വന്നിട്ട് എന്നെ തള്ളിയിട്ടു. അപ്പത്തേക്ക് ഞാൻ ഇവിടെ മയങ്ങിപ്പോയി. എങ്ങനത്തെ ഡ്രസ്സായിരുന്നു? അതൊരു കറുത്ത ഡ്രസ്സാ. ചുരിദാറായിരുന്നോ സാരിയായിരുന്നോ? സാരിയാ. എവിടെയൊക്കെ ചോര ഉണ്ടായിരുന്നു? ഇവിടെ ഫുള്ളും ചോര ഉണ്ടായിരുന്നു. എന്നാ എനിക്ക് വന്ന രക്ഷി തന്നെയാ യക്ഷിയും വന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ താമസിക്കണ്ട, നമുക്ക് വേറെ വീട്ടിൽ പോകും. അപ്പത്തെ ഏതാന്റി ആയിരുന്നു? ആന്റിയുടെ പേരെന്തായിരുന്നു? മോളി ആന്റിയോ? ആ ആന്റിയുടെ വീട്ടിൽ പോകും. എന്നാ ഇന്ന് നമുക്ക് ഉറങ്ങാം. ഇന്ന് വൈകിട്ട് വരുവാണെങ്കിൽ ആ സെക്കൻഡ് നമുക്ക് പോകാം. അല്ലെങ്കിൽ ആ യക്ഷി എന്നാ ബാ നമുക്ക് കിടന്ന് ഉറങ്ങാം. നമ്മുടെ ബെഡ്റൂമിലോട്ട് പോകണ്ടേ? ബെഡ്റൂമിൽ പോകാം.